വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 4 എണ്ണമാണ്. എന്തൊക്കെയാണ് വിശ്വാസ പ്രകടനങ്ങൾ? എന്താണത്? അത് എന്താണ്? വിശ്വാസ പ്രാർത്ഥന, പ്രഖ്യാപനം, പിന്നെന്താണ്? പ്രയോഗം, പിന്നെന്താണ്? പ്രവചനം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മൊത്തം തകർന്ന പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ആ സമയം ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാരാണ് പറഞ്ഞത്? നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ലൂക്ക 12:12 എന്താ പറയുന്നത്? നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകും. അതാര് നൽകും? അപ്പോൾ നിങ്ങളായിരിക്കില്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത്? ഇപ്പോഴാണ് എലോയി വിളിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കാര്യം കറക്റ്റ് കംപ്ലീറ്റ് പാഷൻ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈശോൻ്റെ ചെവി പറയും, ജീസസ്, ദിസ് ഈസ് ദാറ്റ് ടൈം. ആ സമയമാണിത്. നീ പണ്ട് പറഞ്ഞില്ലേ, എന്താണ് നീ എന്താണ് സംഘത്തിന് പറയേണ്ടതെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട, ആ സമയത്ത് അറിവ് നൽകുമെന്ന്. ഇപ്പം നീ പറയേണ്ടത് എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്നല്ലേ ഈശോ പറഞ്ഞത്. ഇപ്പം നീ എന്താ പറയേണ്ടത്? ഐ കം ഇൻ മൈ സ്പിരിറ്റ് എന്ന് പറയണം. ദിസ് ഈസ് ബൈബിൾ. ഇപ്പം നീ പറയേണ്ടത് ഈശോയ്ക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഇപ്പം നീ പറയേണ്ടത്? എന്താണ്? ഐ കം ഓൺ മൈ സ്പിരിറ്റ്. പിതാവ് ഇവിടെ എവിടെയോ ഉണ്ട്. ഐ നോ ഇറ്റ്. എനിക്ക് പക്ഷേ ഇപ്പം അനുഭവവേദ്യമാകുന്നില്ല. ഞാൻ അവിടുത്തെ അഗോചരമായ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുക ഈശോ പിതാവിലുള്ള.